തോട്ടപ്പള്ളി സ്പിൽവേ ഒരു മാസം മുൻപേ തുറക്കേണ്ടിരുന്നതാണ്. എന്തുകൊണ്ട് തുറന്നില്ല? പുണ്യാളം ചമയണ്ട. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവശ്യപ്പെട്ടിട്ടും തുറക്കാൻ അനുമതി കൊടുത്തില്ല. അത് തുറന്നാൽ അതിന് താഴെയുള്ള കരിമണൽ ഒലിച്ചു പോകും. ആ മണൽ കരാർ എടുത്തത് മേരിമാത എന്ന കരാർ കമ്പനിയാണ്. മേരിമാത എന്ന കരാർ കമ്പനി ഇന്ന് അത് നിഷേധിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ക്യൂബിക് മീറ്ററിന് 62 രൂപ എന്ന നിലയിലാണ് കരാർ നൽകിയത്. അത് മറച്ചുവിറ്റാൽ ചുരുങ്ങിയത് 2000 രൂപയെങ്കിലും കിട്ടുമെന്നും 5 കോടിക്ക് കരാറുകാരനെ വിൽക്കുമെന്നും എല്ലാ ചെലവും കഴിഞ്ഞ് 300 കോടി കരാറുകാരന് ലാഭം കിട്ടുമെന്നൊക്കെ പറയുന്നതിന്റെ ഒടുവിൽ പറയുന്നു ഇതിൽ ജോഷി എന്ന ചീഫ് എഞ്ചിനീയറും ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യു ടി തോമസും കൂടിയിരുന്നാണ് കളിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നത് ഒരേ പാർട്ടിയിലെ മറ്റു നേതാവിനെതിരെ ഒരു നേതാവ് പറയുന്നതിന്റെ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ അത് തന്റെ ശബ്ദമല്ല. ആദ്യം പറഞ്ഞ അദ്ദേഹത്തിന് അത് ഓർമ്മയില്ല എന്ന്, പിന്നെ പറയുന്നത് AI ആണെന്ന്. അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് അവർക്കിടയിലെ തർക്കമാണെങ്കിൽ പോലും ഗുരുതരമായ ഒരു വിഷയമാണ്, പരിശോധിക്കേണ്ടതാണ്. അത് മാത്യു കുഴൽനാടന് ആ ശബ്ദരേഖ കിട്ടുമ്പോൾ അത് പുറത്തിറക്കുമ്പോൾ അദ്ദേഹം സുപ്രീം കോടതിയിൽ തോറ്റ കേസുകളുടെ കെട്ടുമായി കൊണ്ടുവരേണ്ടതില്ല. അഭിഭാഷകരൊക്കെ അങ്ങനെ തോൽക്കും. രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്കും അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ തോൽവി ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഈ വിഷയം അതിന് ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിനെ അങ്ങനെ തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. അവർക്കിടയിൽ നടന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി എന്താണ് സംഭവിച്ചത്? അങ്ങനെ ഒരു മണൽക്കടത്തുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും അതിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധന ഉണ്ടാക്കേണ്ടതാണ്. ആര് പരിശോധിക്കും എന്നുള്ളൊരു ചോദ്യമായി അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്.